ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ദോശ തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അതിൻ്റെ റേഷ്യോ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ശരിയായിട്ട് വരത്തില്ല. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് നല്ല ഇനം പച്ചരി വേണം. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് തന്നെയാണ് അത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇഡ്ഡലി റൈസ് ആകുമ്പോൾ അതിന് പശയൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള അരിയാണ്. ഈ 2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് നല്ല മുഴുവനത്തെയുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒരു 3-4 വട്ടം കഴുകി എടുത്തിട്ട് അതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അരച്ചെടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇതങ്ങ് കുതിരാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം ഇത് കൂടുതൽ സമയം ഇരുന്ന് കഴിയുമ്പം അത് ഉഴുന്നൊക്കെ ചീത്തയായിട്ടൊരു സ്മെല്ലുണ്ടാവും. ഇനി ആ കുതിർത്തെടുത്ത ഉഴുന്നും ഉലുവയും കൂടെ നല്ല സ്മൂത്തായി കിട്ടുന്നിടം വരെ മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഈ അരി ഉഴുന്നും ഫ്രിഡ്ജിൽ തന്നെ കുതിരാൻ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് അരച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാകത്തില്ല. ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം ചേർക്കാൻ. അങ്ങനെ ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരത്തില്ല മാവ്. നല്ല ക്വാളിറ്റിയുള്ള പച്ചരി ഉഴുന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും. അപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് അവലും ചോറും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഉഴുന്ന് നല്ലപോലെ സ്മൂത്തായി അരച്ചെടുത്ത് കഴിയുമ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി പച്ചരി അരച്ചതും കൂടി ഇതിനോടൊപ്പം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി മാവ് നന്നായി ഫെർമെൻ്റ് ആയി വരുന്നതിനായിട്ട് അടച്ച് ചെറിയ ചൂടുള്ള സ്ഥലത്ത് ഒരു 8 മണിക്കൂറോളം മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് നമ്മൾ അരച്ച് വെച്ചതിൻ്റെ ഇരട്ടിയായി നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായി ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാവ് തണുപ്പ് സ്ഥലങ്ങളിൽ എങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാമെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവരെല്ലാവരും അതൊന്നും മറക്കാതെ കണ്ടു നോക്കുക. ഇതിപ്പോൾ കുറച്ച് കുറുകിയ മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇഡ്ഡലി തയ്യാറാക്കാനും നല്ലതാണ്, പിന്നെ തട്ടുദോശയ്ക്കും നല്ലതാണ്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാക്കാം. അപ്പോൾ അതിൽ തേക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പകരം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ദോശക്കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ആ കുറുകിയ മാവ് വെച്ചിട്ട് നമുക്ക് വളരെ ചെറിയ തട്ടുദോശ തയ്യാറാക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും തിരിച്ചിട്ട് നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ തട്ടുദോശ അല്ലെങ്കിൽ സെറ്റ് ദോശ തയ്യാറായി. ഇനി നമുക്ക് നമ്മുടെ സാധാരണ പ്ലെയിൻ ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മാവെടുത്ത് മാറ്റാം. ഇനി അതിലേക്ക് അല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്തോണം. ഒരുപാട് നീണ്ടു പോകരുത്, ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഈ മാവ് വെച്ചിട്ട് നമുക്ക് സാധാരണ പ്ലെയിൻ ദോശയും നാടൻ ദോശയും തയ്യാറാക്കാം. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് എണ്ണ തൂത്തിട്ട് ആദ്യം നമുക്ക് പ്ലെയിൻ ദോശ തയ്യാറാക്കാം. ഇതേപോലെ ഉരുളൻ തവി ഉണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ദോശക്കല്ല് ചൂടാക്കാൻ. ഒരുപാട് തീ കൂടി പോയി കഴിഞ്ഞാൽ ആ ദോശ അതിൽ ഒട്ടിപ്പിടിക്കും. ദോശയുടെ അടിഭാഗം നല്ല ബ്രൗൺ ആയി കിട്ടുന്നതിന് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിലേക്കാളും നല്ലത് ഇരുമ്പിൻ്റെ ദോശക്കല്ല് തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നല്ല കനം കുറച്ച് ചുട്ടത് കാരണം തിരിച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ദോശ നല്ല ക്രിസ്പിയായി നല്ല ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ സാധാരണ നാടൻ ദോശ തയ്യാറാക്കാം. ഈ നാടൻ ദോശ അധികം പരത്താതെ കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കുന്നത്. പാകം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് വേവിക്കാം. ഇത് റെഡി ആയി കഴിയുമ്പോൾ ഒരു കാസറോളിലേക്ക് മാറ്റാം. അരച്ചെടുത്ത മാവ് വെച്ച് 3 തരത്തിലെ ദോശ ചുടുന്നത് കാണിച്ചു. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ഇനി ചുട്ടെടുത്ത ദോശ ചൂടോടെ തന്നെ സാമ്പാറിൻ്റെയോ ചമ്മന്തിയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകലോകം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.